എടാ എന്നാ പണിയാടാ ഈ ലോകകപ്പിൽ നടക്കുന്നത്. ഈ ലോകകപ്പിൽ കളിക്കുന്ന താരങ്ങൾക്കെതിരെ കൂടോത്രമൊക്കെ ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. സത്യത്തിൽ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഭയങ്കരമായ സംഭവമാണ്. ഘാന ഇംഗ്ലണ്ട് മത്സരത്തിനിടയിൽ ഒരാൾ വന്ന് എന്തോ വെളുത്ത പൊടിയൊക്കെ ഇട്ട് ഭയങ്കര കൂടോത്രം. ആ മത്സരത്തിൽ അത് സമനിലയായിപ്പോയി. ഹാരി കെയ്ൻ ആണെങ്കിൽ ഓപ്പൺ ചാൻസ് കിട്ടിയത് പോലും അടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കൂടോത്രം കൊണ്ട് ഇങ്ങനെയൊക്കെ പണി കിട്ടുമോ? ദേ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ എൻ്റെ കയ്യിൽ കാണിക്കാനുണ്ട്. ബ്രസീലിന്റെ നെയ്മറിന്റെ കാലൊക്കെയാണ് പോയിരിക്കുക. പുള്ളി ഒരു കളിക്കാൻ വരുക. അപ്പം ദേ കൂടോത്രം വെച്ച് അവന്റെ കാല്, അതായത് കാല് പോകാൻ വേണ്ടി തന്നെ കൂടോത്രം ഒക്കെ വെക്കുന്നു. ഏതായാലും കുറച്ച് കൂടോത്രങ്ങൾ നമുക്ക് കാണാം. Neymar. നിങ്ങൾ ഈ കണ്ടത് നെയ്മറിന്റെ കാലിലിട്ട് വെച്ചതാണ്. ഇത് വല്ല ഒടിയനോ ഒടിവിദ്യയോ എന്തേലും ആണോന്ന് അറിയത്തില്ല. ആകെ മൊത്തം ഒടിഞ്ഞ് പഞ്ചറായിരിക്കുന്ന നെയ്മറിന് അടുത്ത മത്സരത്തിൽ കളിക്കാമെന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർലോസ് ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നെയ്മർ അടുത്ത മത്സരം കളിക്കും. കായികക്ഷമത തിരിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ കളി കളിക്കുമ്പോഴും ആ പാവത്തിന്റെ കാലൊടിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കൂടോത്രം ചെയ്യുന്ന കുറെ ഉണ്ണാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നോർക്കും. ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഫുട്ബോൾ ആണെങ്കിലും ഏത് സ്പോർട്ട് ആണെങ്കിലും അതിനും ഒരു മാന്യതയുണ്ട്. കളിക്കളത്തിൽ ഓരോ ടാക്ലിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പുറത്തിരുന്ന് ഇതുപോലത്തെ ഊമ്പിക്കുന്ന പരിപാടി ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. പക്ഷെ ഈ കൂടോത്രത്തിനൊക്കെ ശക്തി ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരുമാതിരി കാട്ടാള രൂപത്തിലുള്ള ഐറ്റംസ് ഒക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഓരോ ടീം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടികൾ. പക്ഷെ ഇതിൽ സത്യമുണ്ടോ മിഥ്യയുണ്ട്? സത്യമുണ്ടോ എന്ന് വെച്ചാൽ ശക്തി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിന് പണി കിട്ടിയായിരുന്നു. പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടീം നന്നായിട്ട് കളിച്ചിട്ടായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെയും കൂടോത്രം വില്ലനാന്നാ പറയുന്നത്. ഈ കാട്ടുമാക്കാൻ എന്നാ ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കേ. Chayama, hey Chama, ya Chayama. ഇതൊക്കെ എന്നാ ഒരു ഐറ്റം ആണ്. ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് നമ്മുടെ മിഥുനം സിനിമ, മിഥുനമാണെന്ന് തോന്നുന്നു. മിഥുനത്തില് മോഹൻലാലിന്റെ അല്ലെങ്കിൽ മറ്റേ ഇന്നസെന്റ്, ജഗതി ഇവരെല്ലാം കൂടെ തകർത്ത് അഭിനയിക്കുന്ന ആ ഒരു സിനിമയില് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുന്ന ഒരു സാധനമുണ്ട്. കുറെ വെള്ളപ്പൊടിയൊക്കെ വാരി തൂകി ആ ഒരു അവസ്ഥയാണ് ഈ കാട്ടുമാക്കാനും ചെയ്യുന്നത്. മോഹൻലാൽ ഇറങ്ങി ഓടുന്നു, ഇപ്പൊ പൊട്ടും, ഇപ്പൊ തല പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ജഗതിയും നെടുമുടി വേണും കൂടെ ഒരു പരിപാടി ചെയ്യുമ്പോൾ അവിടെ ഇന്നസെന്റ് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ഞാൻ കാണിച്ച ശരിയാകത്തില്ല, പക്ഷെ പുള്ളിയുടെ ഒരു നിപ്പുണ്ട്. ആ മീശയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താടാ പന്നി എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നതാണെങ്കിലും സംഗതി കുറെ കാട്ടുമാക്കാന്മാരെങ്ങാണ്ട് കാട്ടി എന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ കൂടോത്രം പരിപാടിയൊക്കെ. ഇത് നേരത്തെ നമ്മൾ ഈ IPL മാച്ചിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടായിരുന്നു. ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മത്സരം നടന്ന സമയത്ത് ആരാണ്ട് കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് ചെന്നൈ ടീമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നായിരുന്നു. അവരുടെ കളി, അതായത് കൺകെട്ട് വിദ്യ നടത്തി ചെന്നൈനെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ മറ്റേ ഫുട്ബോളിലും ഇപ്പൊ കാണുന്നത്. നമുക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ ഏതൊക്കെ കൂടോത്രം ഐറ്റംസ് ഒക്കെ ആണോ. ഏതായാലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു ന്യൂസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗാനയിലുള്ള ഒരാള് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നു, ഹാരി കെയ്ന്റെ മേലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നു. മറ്റൊരു മത്സരം കഴിഞ്ഞ ദിവസം നടന്ന ഇംഗ്ലണ്ടും ഗാനയും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. അതിനെ പലരും വിശേഷിപ്പിക്കുന്ന വേൾഡ് കപ്പിലെ ഏറ്റവും ബോറിംഗ് മാച്ചസിൽ ഒന്നായിരുന്നതാണ്. കാരണം ഗാന പറഞ്ഞ പോലെ ഭയങ്കര ബസ് പാർക്ക് ചെയ്ത് ഭയങ്കര ഡിഫൻസീവായി ഫിസിക്കലായി കളിച്ചൊരു മത്സരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരെ അൺവാച്ചബിൾ ആയിരുന്നു. പിന്നെയും ഗെയിം ബെറ്റർ ആയത് ഇംഗ്ലണ്ടിന് വേണ്ടി സാക്കയും ഒറേലിയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻസിന് ശേഷമാണ് ഗെയിം കുറച്ച് ബെറ്റർ ആയെന്നുള്ള കാര്യമാണ് മനസ്സിലായത്. അപ്പൊ അതില് പറയാനുള്ള എന്താ വെച്ചാൽ ഇംഗ്ലണ്ടിന്റെ കുറച്ചൊരു എന്താ പറയുക വീക്ക്നെസ് തുറന്നു കാണിച്ചൊരു മത്സരമായിരുന്നു. അതായത് അവർ സ്പേസസ് വരുമ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ മിടുക്കരാണ്. പക്ഷെ ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിഫൻസീവ് സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യത്തിൽ ഈ ഇംഗ്ലണ്ട് ടീം കുറച്ച് ക്ലൂലെസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അതിന് ഐഡിയാസ് അധികം ഇല്ല എന്ന് തെളിഞ്ഞൊരു ദിവസമാണ്.
എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മൾ മുൻപ് പലതവണ പറഞ്ഞ പോലെ തുടക്കം തന്നെ ഒരു റിയാലിറ്റി ചെക്ക് ഇത്തരം ടീമുകൾക്ക് കിട്ടുന്നത് അവരെ സഹായിക്കുകയുള്ളൂ. കാരണം അതെ, അവർക്ക് കാര്യങ്ങൾ മറികടന്ന് അതിന് പ്ലാൻ ചെയ്ത് പുതിയ ടാക്ടിക്സ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. തരത്തിലൊരു ദിവസമായിരുന്നു കഴിഞ്ഞ തോന്നുന്നു. ഇതിൽ കുറച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഗാനയിലുള്ള ഒരാള് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നു, ഹാരി കെയിന്റെ മേലെ ബ്ലാക്ക് മാജിക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. പബ്ലിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, എത്ര വിചിത്രമായ ആചാരങ്ങളല്ലേ ഇത്. സത്യമാണെന്ന് പറയുന്ന കുറെ പേരുണ്ട് കേട്ടോ. ഈ കൂടോത്രം ഏറ്റിട്ടുണ്ടെന്ന് സത്യമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ അണ്ണന്മാരുണ്ട്. ഇത് കേൾക്കുമ്പോൾ പേടിക്കുന്ന കുറെ അണ്ണന്മാരുണ്ട്. ഇതൊക്കെ ആ ടീമിലുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരുത്തൻ ഈ കൂടോത്രത്തിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് താരങ്ങളോ അല്ലെങ്കിൽ ഈ ലോകകപ്പ് കളിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പേടിയുണ്ടോ. ഇത് മറ്റേ പുതിയതായിട്ട് വന്ന കുറെ അല്ലെ ഖാന എന്ന് പറയുന്ന രാജ്യം പുതിയതായിട്ട് കയറിയാണെന്ന് അറിയത്തില്ല. എന്നതാണെങ്കിലും പുതിയതായിട്ട് കയറി വരുന്ന രാജ്യങ്ങൾ ഒപ്പിക്കുന്ന പണിയാണ് വെളുത്ത പൊടിയും പുകയും ഹൂസ് എന്നൊരു പരിപാടി. നമ്മൾ പണ്ടേ ഈ നാട്ടുപുറത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ പറയായിരുന്നു, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് വിക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പുറകെ ഇരുന്ന് മറ്റേ കൂടോത്രം ചെയ്തു, പ്രാർത്ഥിച്ചു, തിരി കത്തിച്ചു. ഭയങ്കര, അതായത് അടുത്ത ബാറ്റ് ചെയ്യാൻ വേണ്ടി, മെയിനായിട്ട് ബോൾ ചെയ്യാനല്ല, ബാറ്റ് ചെയ്യാൻ വേണ്ടി പുറകെ ബാറ്റ്സ്മാന്മാരിയ്ക്കുകയാണ്. ഒരുത്തൻ തകർത്തടിക്കുമ്പം മറ്റേ സാധാരണ ടീം ജയിക്കാൻ വേണ്ടിയിട്ടല്ല, അവനൊന്ന് ഔട്ടായിട്ടിട്ട് വേണം എനിക്കൊന്ന് കയറാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയെ ഈ പറയുന്ന പോലെ ക്രിക്കറ്റിൽ നിന്ന് മാറി ഇപ്പൊ ഫുട്ബോളിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ തമാശയ്ക്ക് നമ്മൾ ചെയ്യുമായിരുന്നു, ഇവിടെ മുടിഞ്ഞ് പണ്ടാരം അടങ്ങി പൂടാ, നിന്നെ ഞാൻ പ്രാകൂടാ പണ്ടാരം, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ നമ്മൾ പണ്ട് ഈ ചെറിയ തമാശകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കൂടോത്രം ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തുണ്ട്. അത് ഈ പറയുന്ന പോലെ കൂടോത്രം ഏക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ 20 പണിയാന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. ഈ പോസിറ്റീവ് എനർജി അല്ലാത്ത നെഗറ്റീവ് എനർജി ഉണ്ട്. ഈ നെഗറ്റീവ് എനർജി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം, ആ നെയ്മർ പാവത്തിന്റെ കാല് പോകാൻ വേണ്ടിയിട്ട് അവന്മാർ അവിടെ കാണിക്കുന്ന പരിപാടി കണ്ടിട്ടോ. ഉയ്യോ, ഇതൊക്കെ എവിടുന്ന് വന്നതാണോ? കാട്ടുവാസികൾ കുറെ അണ്ണന്മാര്. അത് നമുക്ക് അറിയത്തില്ല കേട്ടോ, ഇതൊക്കെ എന്നെ ഐറ്റം വന്നു, എവിടുന്ന് വന്ന വിചിത്ര ജീവികളാണ്. അങ്ങനെയാണ് ഇവന്മാർക്ക് ഈ പറയുന്ന ഈ കൂടോത്രോ പണ്ടാരോ ഒക്കെ ചെയ്ത ഈ ലോകം തന്നെ നന്നാക്കാൻ പറ്റുമല്ലോ, ഇല്ലേ? അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ കാൽ കീഴിലേക്ക് എല്ലാം കൊണ്ടുവരാമല്ലോ, അല്ലെ? അത് ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലേ, അതും പറയണം ഇല്ലേ? പിന്നെ വേറൊരു വിചിത്രമായ ഒരു സംഭവം കാണിക്കാം. എനിക്ക് തോന്നുന്നു DR കോങ്കോ എന്ന് പറഞ്ഞ ടീമിന്റെ മത്സരത്തിലാണ് 90 മിനിറ്റ് ഒരു ചേട്ടൻ മറ്റേ സ്റ്റഡി ആയിട്ട് നേരെ ഒരു സാധനത്തിന്റെ മേളിൽ, അതായത് നമ്മൾ സാധാരണ ഇന്നലെ പറയണേ സ്റ്റൂളിന്റെ മേളിൽ കയറിയിട്ട് ഇങ്ങനെ കൈയൊക്കെ വീശി നിൽക്കുന്നോ, അതായത് കൈ വീശിയല്ല, കൈ വിരിച്ചെങ്കിൽ നിൽക്കുക, നമ്മൾ ഈ പ്രതിജ്ഞയൊക്കെ ചെല്ലാൻ വേണ്ടി നിൽക്കുന്ന പോലെ 90 മിനിറ്റ് ആ മനുഷ്യൻ നിന്നാ പറയുന്നത്. ആ വീഡിയോ കൂടെ ഒന്ന് കാണാവേ. FIFA seriously needs to ban this guy from the World Cup. This guy did something so weird. Harry Kane turned into Darwin Núñez. And you won't believe what Kane said after the match. After scoring... ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതായത് ഒരു സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തൊരു ടീം സ്പിരിറ്റ് വേണം, കായിക താരങ്ങളുടെ കായിക ക്ഷമത വേണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരുത്തൻ ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യമുണ്ട്, ഫുട്ബോളിനെ പറയും. ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ അവന്റെ ചെറുപ്പകാലം മുതൽ പരിശ്രമിച്ച് കളിച്ച് സെറ്റായി കയറി വന്ന് അവന്റെ കഴിവ് തെളിയിച്ച് അവൻ ആ ഒരു നല്ല ടീമിൽ കയറി ഒരു രാജ്യത്തിന് വേണ്ടി അവൻ മത്സരിക്കുമ്പോൾ മറ്റു രാജ്യക്കാർ ഇത് കൂട്ട് കെട്ട കൂടോത്രം പരിപാടിയൊക്കെ ആയിട്ട് വന്ന് എങ്ങാനോ ഇനി നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ, മറ്റേ പറയത്തില്ല സിനിമ, യോ എന്റെ തലയെങ്ങാനും പൊട്ടിത്തെറിച്ചാലോ എന്ന് പറയുന്ന അവസ്ഥകൾ വല്ലതും ഉണ്ടാവാ. മറ്റേ ഇതിനും മറ്റേ എന്നാ പറയുന്നത്, മറുമരുന്ന് വെക്കേണ്ട അവസ്ഥയാണോ? ഈ ചെറുത്തന്മാരെ ഓടിക്കാൻ കുരിശുമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണോ? എന്നതാണെങ്കിലും ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ചാത്തൻ സേവ അല്ലെങ്കിൽ ഈ പറയുന്ന ഒത്തിരി സാധനങ്ങൾ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നാട്ടിൻപുറത്തെ കൊച്ചു കൂടോത്ര പരിപാടികളെ. ഇതിപ്പോ അങ്ങ് മറ്റേ കാട്ടുവാസികളൊക്കെ വന്നിട്ട് ഇങ്ങനെ വെളുത്ത പുകയൊക്കെ അടിച്ച് എന്നാ സംഭവം അല്ലേ? കഷ്ടപ്പെട്ട് വരുന്നവൻ കളിക്കാൻ വേണ്ടി വരുന്നു. ഈ കളിക്കിടയിൽ പരിക്ക് പറ്റും, സ്വാഭാവികമാണ്. കളിയുടെ ഇടയ്ക്ക് ഉറപ്പായിട്ടും പറ്റും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ തന്നെ 1-ാം നമ്പർ ഒരു ടോപ്പ് പ്ലെയറായ നെയ്മാറിന്റെ കാല്, അതായത് ബ്രസീലിന്റെ നെയ്മാറിന്റെ കാല്. ഏത് സമയം പുള്ളിക്ക് പരിക്കാണ്. ഒരു ലോകകപ്പിൽ പുള്ളിനെ ഇടിച്ചു വീഴ്ത്തി നാടുമെല്ലാം കളഞ്ഞു. അതിനുശേഷം പുള്ളി ഒരു തരത്തിലാണ് തിരിച്ച് കളിക്കാൻ വേണ്ടി കയറുന്നത്. ഏതു നേരം പുള്ളിയുടെ കാലിലെ ആംഗിളിന് പണി കിട്ടും. അത് എന്നാ പറയുന്നത്, അങ്ങനെ കാലിന് പണി കിട്ടിയിട്ട് ആ പുള്ളിയുടെ കഷ്ടപ്പാട് കൊണ്ട്, അതായത് കളിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഓടി പാഞ്ഞു വരുമ്പം ഇങ്ങനെ മുടിഞ്ഞു പോണേ എന്നും പറഞ്ഞ് ഈ പറയുന്ന പോലെ ഓരോ അണ്ണന്മാർ ഇതുപോലത്തെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ
എങ്ങനെ രക്ഷപ്പെടാൻ എന്നതാണേലും വളരെ വിചിത്രമായ ആചാരങ്ങൾ ഈ ലോകകപ്പിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോഴത്തേക്കും നമുക്കും ഒരു സന്തോഷമല്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടവും പുച്ഛവുമാണ് വരുന്നത്. ലോകത്തിലേക്ക് എന്നാ പറയുന്നത്, മാതൃക കാണിക്കേണ്ടത് ലോകത്തിന് പ്രകാശമാകണം, അല്ലെങ്കിൽ ലോകത്തിന് വെളിച്ചമാകണം ഓരോ മനുഷ്യരെന്ന് പറയുന്നിടത്ത് ഇവിടെ മുടിയാൻ വേണ്ടിയിട്ട് ആ പണ്ടാരത്തിന്റെ കാലം നൊടിഞ്ഞാൽ മതിയായിരുന്നേ എന്ന് പറയുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതേ സംഭവം തന്നെ നമ്മുടെ നാട്ടുമ്പുറത്ത് നടക്കുന്ന നാടൻ പന്തുകളിയുടെ ഇടയ്ക്ക്. നാടൻ പന്തുകളി ഭയങ്കര ഫേമസ് ആണല്ലോ. ആ സമയത്ത് അവിടെ നിൽക്കുന്ന കാരണവന്മാരുണ്ട്. അതായത് ഇപ്പോഴത്തെ തലമുറ ഏകദേശം നാടൻ പന്തുകളിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പഴയ കാരണവന്മാരാണ് ഈ നാടൻ പന്തുകളിയുടെ ആശാന്മാർ. കളി കാണാനും ആവേശം നിർത്താനും അടുത്ത് നിന്ന് വെട്ടുന്നവന്മാർ. അതായത് ഈ നാടൻ പന്ത് വെട്ടുക ഒത്തിരി പരിപാടിയാണ്. അങ്ങനെ വെട്ടുന്നവന്മാരെയൊക്കെ പച്ചത്തെറി പറയും. അപ്പുറത്ത് നിൽക്കുന്നവനെ ചിലപ്പോൾ മുടിയാൻ വേണ്ടി അവൻ്റെ കാലൊടിഞ്ഞു പോണേ, നന്നായിട്ട് കളിക്കുന്നവൻ്റെ കാലൊക്കെ ഒടിയണേ എന്ന് പറഞ്ഞ് പ്രാഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കളിയുടെ ആ ഒരു സ്പിരിറ്റിൽ അവർ പറയുന്ന അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഇവിടെ ഇവർ കാണിക്കുന്നത് മുടിയാൻ വേണ്ടിയിട്ട് പണ്ടാരം അടങ്ങാൻ ഹാരി കെയ്നിട്ടൊക്കെയാണ് പണി വെച്ചത്. പാവം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നെയ്മാർ ഇനി പാവം കാലെല്ലാം നേരെയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വന്ന് കയറിയതാ. ഇനി അതും കൂടെ ഒടിഞ്ഞിട്ട് ആ പാവം അവൻ എങ്ങനെയായിരുന്നു കളിച്ചിട്ട് പോട്ടെ. എന്ത് കഷ്ടമല്ലേ ഓരോ ഐറ്റംസ് കാണണമെങ്കിൽ. ഓരോ ദിവസങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ടും ചിരിക്കണോ കരയണോ എന്നറിയത്തില്ല. ഓരോ അവസ്ഥകളെ